ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കുക്കർ ചിക്കനാണ്. അപ്പോൾ നമുക്കൊരു ഫുൾ ചിക്കൻ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കുക്കർ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം അതിലെ വെള്ളമൊക്കെ പോകാനായിട്ട് കുറച്ച് സമയം ഒന്ന് അരിപ്പയിലേക്ക് ഇട്ട് വെച്ചു. അതിന് ശേഷം ഇതുപോലെ കട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കട്ടിട്ട് കൊടുക്കുമ്പോൾ ഈ ബ്രസ്റ്റ് പീസിലൊക്കെ ഇതുപോലെ നല്ല ആഴത്തിൽ തന്നെ കട്ടിട്ട് കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ ആ ഒരു മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചിട്ട് കിട്ടും. അപ്പോൾ എല്ലാ സൈഡിലും ഇതുപോലെ നന്നായിട്ട് കട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിനുള്ള മാരിനേഷൻ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു സവാളയുടെ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതിയും അതുപോലെ ഒരു മീഡിയം സൈസ് തക്കാളിയുടെ പകുതിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3 ഈ ഒരു വലിപ്പത്തിലുള്ള ഇഞ്ചിയുടെ പീസും പിന്നെ ഒരു 10-15 അല്ലി വെളുത്തുള്ളിയാണ്. പിന്നെ നമുക്കിതിലേക്ക് മുളക് പൊടി ചേർക്കും, കുരുമുളക് പൊടി ചേർക്കും, അതുപോലെ ഒരു 3 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു പിടി മല്ലിയിലയും പിന്നെ വളരെ കുറച്ചാണ് പുതിനയില ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെയിം അളവിൽ തന്നെ പുതിനയില വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. പുതിനയുടെ ഇലയുടെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചേർത്തത്. പിന്നെ നമുക്ക് ഒരു മാഗി, ഈ ഒരു ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ മാഗിയുടെ, അതിൽ നിന്ന് ഒരു പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വലിയ ജീരകം, പെരുംജീരകം 1 ടീസ്പൂണും ചെറിയ ജീരകം അതും 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയൊരു ചെറുനാരങ്ങയുടെ പകുതി ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നല്ലപോലെ അരച്ചതിന് ശേഷം ഒരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റുകയാണ്. നമുക്കിതിൽ കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഏകദേശം ഒരു 2.5 സ്പൂണോളം 2.5 ടീസ്പൂണിൽ കൂടുതലായിട്ട്, അതായത് ഫുള്ളായിട്ട് എടുത്തിട്ടുള്ളതാണ്. ഏകദേശം ഒരു ടേബിൾ സ്പൂണിൻ്റെ അളവിൽ വരും. ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് നല്ലത്. പിന്നെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് വേണ്ടത്. ഏകദേശം 1 ടീസ്പൂൺ തന്നെയാണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ അളവിൽ തന്നെ ഗരം മസാല പൊടിച്ചത് കൂടി ചേർക്കാം. ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. കാരണം ആ ഒരു ചിക്കൻ സ്റ്റോക്കിൽ, മാഗീൻ്റെ ചിക്കൻ സ്റ്റോക്കിൽ നന്നായിട്ട് ഉപ്പുണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ആ ഒരു സ്ലിറ്റിട്ട ഭാഗത്തൊക്കെ ഉള്ളിൽ ആകുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ സമയം എടുത്തിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്കാണ് മാറ്റുന്നത്. ഞാനൊരു ഓവർനൈറ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക. ഒരു ക്ലീൻ ഫിലിം വെച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഐസ് ക്രിസ്റ്റൽസ് ഒന്നും ചിക്കനിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ബെസ്റ്റ്. എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ പിറ്റേ ദിവസമാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ ചിക്കനിൽ മസാലയൊക്കെ നല്ല പോലെ തന്നെ പിടിച്ചിട്ടുണ്ടാകും. ഒരു ദിവസമൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ. നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ കുക്കറിലേക്ക് ഇടുന്നതിന് മുമ്പായിട്ട് നമുക്കിത് കാല് വേർപെട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കാലൊന്ന് കെട്ടിക്കൊടുക്കണം. അപ്പോൾ നൂല് വെച്ചിട്ട് 2 കാലും ഇതുപോലെ ഈ ഒരു ബ്രസ്റ്റിൻ്റെ സൈഡിലേക്ക് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക. നമ്മൾ ചിക്കൻ മറിച്ച് തിരിച്ചൊക്കെ ഇടുന്ന സമയത്ത് കാൽ വേർപെട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് കാലിൻ്റെ കെട്ടൊന്ന് അഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കുക്കർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് വലിയ കുക്കർ തന്നെ എടുക്കുക, ഈ ഒരു ഫുൾ ചിക്കൻ കൊള്ളാവുന്ന രീതിയിൽ. അപ്പോൾ ചിക്കൻ എടുക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് വലിയ ചിക്കനേക്കാൾ നല്ലത് മീഡിയം സൈസിൽ ചെറിയ ചിക്കൻ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കുക്കറിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മുടെ ചിക്കന് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന ആ ഒരു മസാല ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെക്കുക. നന്നായിട്ട് കുക്കറൊക്കെ ഒന്ന് ചൂടായി എന്ന് കണ്ടാൽ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 25 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കേണ്ടി വരും.
അപ്പോൾ ഇതൊരു മീഡിയം സൈസ് ചിക്കനാണ്. അപ്പോൾ ഇതിലും ചെറിയ ചിക്കനാണെങ്കിൽ ഒരു 20 മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കിത് കുക്കായി കിട്ടും. അപ്പോൾ ചില കുക്കർ വിസിൽ സാധാരണ നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ വിസിലടിക്കില്ലല്ലോ. അപ്പോൾ നിങ്ങൾ വിസിലടിക്കാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 25 മിനിറ്റ് ആകുമ്പോൾ തന്നെ തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ എന്നിട്ടൊരു സ്ക്യൂറോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ വെച്ചിട്ട് ഒന്ന് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ഇത് വെന്തു എന്നാണ്. അപ്പോൾ ഇത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടൊക്കെ പോയതിന് ശേഷം കണ്ടില്ല, അടിയിൽ ഇതുപോലെ ചെറുതായിട്ട് ഇതിൻ്റെ മസാലയും അതുപോലെ മുകളിൽ എണ്ണയും തെളിഞ്ഞു വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ചിക്കൻ മാറ്റിയിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യാം, നല്ലപോലെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് നമ്മൾ നേരെ വേവിച്ചാൽ നമുക്കിത് ആ ഒരു ചിക്കൻ്റെ ഷേപ്പിലല്ല, ഓരോ പീസായിട്ടാണ് കിട്ടുക. അതുകൊണ്ട് ഏകദേശം ഒരു 20 മുതൽ 25 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ എന്തായാലും കുക്കായി കിട്ടും. ഇനി കുറച്ച് വലിയൊരു പാൻ എടുക്കുക. അതിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കനെ നന്നായിട്ട് എല്ലാ സൈഡും ഒന്ന് മൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് എല്ലാ സൈഡും ഒന്ന് മൊരിച്ചെടുക്കുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ കൈയും കാലൊക്കെ വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ചെയ്യുക. എല്ലാ വശവും നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ആകുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുക. ഓൾറെഡി നന്നായിട്ട് വെന്ത ചിക്കൻ ആയിരിക്കും. എന്നിട്ട് മറ്റൊരു പാനിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്നല്ലോ ചിക്കൻ വെന്ത ആ ഒരു നെയ്യുണ്ടല്ലോ, ആ ഒരു എണ്ണയാണ് നമുക്ക് ഇതിനേക്കായിട്ട് എടുക്കുന്നത്. അതിൽ കുറച്ച് മസാല ഉള്ളതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ടാകുന്ന കുഴപ്പമില്ല. നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കറിവേപ്പില ഇതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട, ചെറിയ പീസ് ഒരു ഇഞ്ചിയും ഒരു 3-4 പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 5-6 അല്ലിയോളം വെളുത്തുള്ളി മതിയാവും. പിന്നെ ഒരു 2 സവാള നൈസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത്, ഒരുപാട് ഗ്രേവീൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതൊരു സാധാരണ നോർമൽ ഗ്രേവിയാണ്. അപ്പോൾ ഒരു 2 സവാള തന്നെ മതിയാവും. ഇതിലും കൂടുതൽ ഗ്രേവി വേണമെന്നാണെങ്കിൽ ഒരു 3 സവാള എടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് സവാളയൊക്കെ വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ 1 ടീസ്പൂണോളം കശ്മീരി മുളക് പൊടിയും പിന്നെ ഒരു 1/2 സ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മസാല കയ്യിലുണ്ടെങ്കിൽ ഇടുക, അല്ലെങ്കിൽ മീറ്റ് മസാല ആയാലും കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്നുകൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് അടച്ച് വെച്ച് തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആകുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിനുശേഷം നമുക്ക് സോഫ്റ്റ് ആയതിന് ശേഷം നന്നായിട്ടൊന്ന് മാഷ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് സോയാ സോസ്, ഏകദേശം 1 സ്പൂണോളം സോയാ സോസും ഒരു 1.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ നമ്മുടെ ചിക്കൻ വെന്തിട്ടുള്ള ആ ഒരു മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. ആദ്യം ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലും അത്യാവശ്യം നല്ല ഉപ്പുണ്ടാവും. ആ ഒരു രീതിയിൽ നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു സവാള വഴറ്റുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ കുറേശ്ശെയായിട്ട് നമ്മുടെ ആ ഒരു ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം അതുപോലെ തന്നെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ കുറച്ച് ഭാഗം മാറ്റി വെക്കുന്നുണ്ട് അവസാനം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട്. കുറച്ച് ക്യാപ്സിക്കം മല്ലിയില ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നന്നായിട്ട് മസാലയൊക്കെ ഈ ഒരു ചിക്കനിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ബാക്കി വന്ന ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ചിക്കൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്നങ്ങ് കുക്ക് ചെയ്തെടുക്കുക. ഇതുപോലെ ഈ ഒരു മസാലയൊക്കെ ഗ്രേവി ഇതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് നന്നായിട്ട് ആ ഒരു ചിക്കനിലേക്ക് പിടിച്ച് വരണം. ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരും. അതുപോലെ നല്ലൊരു ഫ്ലേവറും ആയിരിക്കും. ഈ ഒരു സമയത്ത് നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യുക. നമുക്ക് പൊറോട്ട അതുപോലെ തന്നെ കുബൂസിൻ്റെ ഒക്കെ കൂടെ സൈഡായിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ നിങ്ങൾക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ടാവില്ല എന്നുള്ള ഡൗട്ടൊന്നും വേണ്ട. 20-25 മിനിറ്റിനുള്ളിൽ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ചിക്കൻ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.